ടെക്കിൻഫോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുഹൃത്തുക്കൾക്കെല്ലാം സ്വാഗതം. ഇന്ത്യയിൽ ലേറ്റസ്റ്റായി ഇറങ്ങിയ 2 ഫോണുകളാണ് ROG Phone 2 ആൻഡ് OnePlus 7T. ഈ 2 ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ 2 ഫോണുകളുടെയും സ്റ്റാർട്ടിംഗ് പ്രൈസ് 35,999 രൂപയാണ്. സോ നമുക്ക് നോക്കാം OnePlus 7Tയുടെയും ROG Phone 2ൻ്റെയും സ്പെസിഫിക്കേഷനും പെർഫോമൻസും. 2 ഫോണുകളുടെയും ഡിസൈൻ ഗുഡ് ലുക്കിംഗ് ആണ്. ബട്ട് ROG Phone 2ൻ്റെ ബാക്ക് സൈഡിൽ വളരെ സ്റ്റൈലിഷായി ലൈറ്റനിങ് ROG ലോഗോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഡിഫറെൻറ്റ് പാറ്റേണിൽ അത് ഗ്ലോ ചെയ്യും. ഇത് ROG Phone 2ന് ഒരു കിഡിലൻ ഗെയിമിംഗ് ഫോൺ ലുക്ക് നൽകുന്നുണ്ട്. സ്റ്റൈലിഷായ ഗ്രേഡിയൻ ഡിസൈൻ OnePlus 7Tക്ക് ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ ലുക്ക് നൽകുന്നുണ്ട്. OnePlus 7Tയിൽ റിയർ സൈഡ് ക്യാമറ സെറ്റപ്പ് ഒരു സർക്കുലർ മൊഡ്യൂൾ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ബെറ്ററായി തോന്നുന്നില്ല. ഈ 2 ഫോണുകളിലെ ഡിസൈൻ സൈഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ROG Phone 2 തന്നെയാണ്. 2 ഫോണുകളിലും AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പാനൽ മാർക്കറ്റിൽ ആദ്യം അവതരിപ്പിച്ചത് OnePlus ആയിരുന്നു. ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് OnePlus 7Tയിലും ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെ കടത്തിവെട്ടി ROG Phone 2 വേൾഡ് ഫസ്റ്റ് 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്പ്ലേ പാനലുമായാണ് വന്നിട്ടുള്ളത്. സോ ഡിസ്പ്ലേ ആരുടേതാണ് മികച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് ROG Phone 2 തന്നെ. പെർഫോമൻസ് സൈഡ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൻ്റെ ലേറ്റസ്റ്റ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 855+ പ്രോസസ്സർ കൊണ്ടാണ് OnePlus 7Tയും ROG Phone 2വും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 2 ഫോണുകളുടെ ക്യാമറ സൈഡ് ഒന്ന് നോക്കാം. ROG Phone 2 ഒരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല, എങ്കിലും ഒരു ഡീസൻറ്റ് ക്യാമറ സ്പെക് ROGക്കുണ്ട്. OnePlus 7Tയിൽ ഫ്രണ്ട് സൈഡിൽ f2.0 അപ്പർച്ചറോട് കൂടിയ 16 മെഗാപിക്സൽ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ROG Phone 2വിൽ f2.0 അപ്പർച്ചറോട് കൂടിയ 24 മെഗാപിക്സലിൻ്റെ ക്യാമറ ഫ്രണ്ട് സൈഡിൽ വരുന്നുണ്ട്. OnePlus 7Tയിൽ 3 ക്യാമറകൾ ഒരു സർക്കുലർ മൊഡ്യൂൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 48 MB പ്രൈമറി ക്യാമറയും 12 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടാതെ 12 MB ടെലിഫോട്ടോ ലെൻസും OnePlus ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ROG Phone 2വിൻ്റെ റിയർ സൈഡ് ഡബിൾ ക്യാമറയാണ് വരുന്നത്. 48 MB പ്രൈമറി ക്യാമറയും 30 MB അൾട്രാ വൈഡ് ക്യാമറയും. ROG Phone 2വിൽ 3.5 mm ഇയർഫോൺ ജാക്ക് ഉണ്ട്. എന്നാൽ OnePlus 7Tയിൽ ടൈപ്പ് C പോർട്ടാണ് ഹെഡ്ഫോണിന് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് C USB പോർട്ടുകൾ ROG ഫോണിലുണ്ട്. ഈ 2 പോർട്ടുകൾ ഉപയോഗിച്ചും ഫോൺ ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും ഉപയോഗിക്കാം. പിന്നെ എന്തിന് 2 പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ROG Phone 2 എസ്പെഷ്യലി ഗെയിമിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഫോണാണ്. സോ ഈ ഒരു ഫോണിൽ നമുക്ക് എയറോ ആക്റ്റീവ് കൂളർ, ROG ഗെയിം പാഡ് മുതലായ എക്സ്ട്രാ ആക്സസറീസ് നമുക്ക് ഈ ഫോണുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് 2 USB പോർട്ടുകൾ ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അറ്റ് എ ടൈം ചാർജ് ചെയ്യാനും ഇതുപോലുള്ള ആക്സസറീസ് കണക്ട് ചെയ്യാനും കൂടി വേണ്ടിയാണ് 2 ടൈപ്പ് C പോർട്ടുകൾ ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കിഡിലൻ ഫീച്ചർ ROG ഫോണിനുണ്ട്. ROG Phone 2വിൽ ഇൻവിസിബിളായ പ്രോഗ്രാമബിൾ അൾട്രാസോണിക് ബട്ടൺസ് ഉണ്ട്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. 2 ഫോണുകളിലും ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ROG Phone 2, OnePlus 7T ഈ 2 ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറും ഉണ്ട്. ഇത് വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റുമാണ്. ROG Phone 2വിനെ അപേക്ഷിച്ച് OnePlus 7T ഡെയിലി നോർമൽ യൂസ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ബട്ട് കമ്പനി ഈ ഫോണിന് സ്പെസിഫിക് ആയ ഒരു IP റേറ്റിംഗ് ഒന്നും തന്നെ നൽകുന്നില്ല. ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ബാറ്ററി സൈഡ് ഒന്ന് നോക്കാം. അതിപ്പോൾ അധികം നോക്കാനൊന്നുമില്ല, ROG തന്നെയാണ് ഈ ഒരു സ്പെക്കിൽ ഒന്നാമൻ. കാരണം ROG Phone 2വിൽ 6000 mAh ബാറ്ററിയാണുള്ളത്. എന്നാൽ OnePlus 7Tയിൽ നോർമൽ സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ 3800 mAh ബാറ്ററിയേ ഉള്ളൂ. ROG Phone 2 സ്റ്റാൻഡേർഡ് എഡിഷനിൽ 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ഉണ്ട്. എന്നാൽ OnePlus 7Tയിൽ 30 വാട്ട്സ് റാപ്പ് ചാർജറാണ് വരുന്നത്. സോ ചാർജിങ്ങിൽ OnePlus 7T തന്നെയാണ് ക്യാമൻ. ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ROG Phone 2 നിർമ്മിച്ചിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ OnePlus 7Tയിലും ഉണ്ട്. ബട്ട് ഏത് വെർഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കമ്പനി സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ല.
സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ OnePlus 70യിൽ ലേറ്റസ്റ്റ് OS ആയ Android 10 ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന Oxygen OS 10 ആണ് ഉള്ളത്. ബട്ട് ROG ഫോൺ Android 9 Pie ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. OnePlus 70, ROG Phone 2 ഈ രണ്ട് ഫോണുകളുടെയും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 37,999 രൂപയാണ്. സോ ഈ രണ്ട് ഫോണുകളിലെയും ഏത് ഫോണാണ് മച്ച് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ROG Phone 2 തന്നെയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവയിൽ ഏതാണ് മികച്ചതെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമാണ്. കൂടാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു ടെക്നോളജി ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം.